നമസ്കാരം. ഇന്നത്തെ രാത്രി 8 മണി ബുള്ളറ്റിൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് തുടങ്ങുന്നത്. തലക്കെട്ടുകൾക്ക് പകരം സമൂഹത്തിന്റെ, നമ്മുടെ ജീവന്റെ, നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായ ന്യൂസ് 18 നെറ്റ്വർക്ക് പകരുന്നത്. നമ്മുടെ മാനവരാശിയുടെ എക്കാലത്തെയും നിലനിൽപ്പിനാവശ്യമായ മഹത്തായ സന്ദേശമാണിത്. നമ്മുടെ കാലഘട്ടത്തിലെ അനിവാര്യമായ ചുവടുവയ്പ്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയെ സവിശേഷമാക്കുന്നത് ജീവിവർഗങ്ങളുടെ സാന്നിധ്യമാണ്. നമ്മൾ മനുഷ്യരടക്കം പരിണാമത്തിന് വിധേയമായതും അല്ലാത്തതുമായ അനേകം വ്യത്യസ്തങ്ങളായ ജീവിവർഗങ്ങളാണ് ഭൂമിയിലുള്ളത്. ഈ ഭൂമി ഉള്ളതുകൊണ്ടാണ് അവയെല്ലാം നിലനിൽക്കുന്നത്. ഭൂമി മാതാവ് ഒരു സഹായത്തിനായി കേഴുമ്പോൾ നമ്മളിൽ എത്ര പേർ സഹായഹസ്തം നീട്ടും? എത്ര പേർ ഭൂമിയുടെ നിലനിൽപ്പിനായി നിലകൊള്ളും? അതിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് വിലമതിക്കുന്ന പ്രവൃത്തിയാണ്. അവരിൽ ഒരാളാകാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള ആഹ്വാനമാണ് ന്യൂസ് 18 നെറ്റ്വർക്ക് ഇപ്പോൾ തുടക്കമിടുന്ന ഈ ബൃഹത് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഭൂമിയെ പരിപാലിക്കാൻ, ഭൂമിയിലെ ഹരിതാഭ നിലനിർത്താൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു. അതിലേക്ക് കരം പകരാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ഉദ്യമം വിജയിപ്പിക്കാൻ 80 ലക്ഷം ആളുകളുടെ പങ്കാളിത്തമാണ് വേണ്ടത്. നന്മ നിറഞ്ഞ മനസ്സും ഭൂമിയോടുള്ള ഹൃദയവായ്പുമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഭൂമിക്ക് വേണ്ടി വലിയ അധ്വാനമൊന്നും ചെയ്യണമെന്നില്ല. ഭൂമി ഒരു മനുഷ്യനിൽ നിന്നും അത്രയും കഠിനമായ അധ്വാനമൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഒരു തൈമരം നടണം. നമ്മൾ നടുന്ന ഒരു തൈമരം വെള്ളമൊഴിച്ചും പരിപാലിച്ചും വളരുമ്പോൾ കരുത്തുള്ള തണലേകുന്ന, ഭൂമിക്കും നമുക്കും ജീവനേകുന്ന ഒരു വൃക്ഷമായി മാറുന്നു. അത് ഭൂമിക്ക് ഒരു ലൈഫ് ലൈൻ ആകുന്നു. കഴിഞ്ഞ ലോക പരിസ്ഥിതി ദിനത്തിൽ ഒരു തൈമരം നട്ട് ഈ സന്ദേശം നമുക്ക് പകർന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഈ വർഷം നമുക്ക് ഇതൊരു പ്രതിജ്ഞയായി എടുക്കാം. സമർപ്പണം നടത്താം. ഒരു തൈമരം നടാം. ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ ഓരോ ഇന്ത്യക്കാരനോടും ഓരോ മലയാളിയോടും ഞങ്ങൾ ന്യൂസ് 18 നെറ്റ്വർക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. Project One Tree, a News 18 Network initiative. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉദ്യമം ഞങ്ങൾ ഏറ്റെടുത്തത് എന്ന് തോന്നാം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി കരുതുന്നു. നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ പരിസ്ഥിതിയുടെ ശോഷണം അത്രമേൽ അതിരുവിട്ടതാണെന്ന തിരിച്ചറിവിലാണ് ഞങ്ങളുടെ ഈ ചുവടുവയ്പ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 24.62% വനമാണ്. വൃക്ഷങ്ങളാൽ നിബിഡമാണ്. മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഭൂപ്രദേശമാണ്. എന്നാൽ 2000-നും 2023-നും ഇടയിൽ ഈ ട്രീ കവറിന്റെ 2.33 മില്യൺ ഹെക്ടർ നമുക്ക് നഷ്ടമായി. ഇതിന്റെ എല്ലാം തിക്തഫലങ്ങൾ നമ്മൾ ഈ വർഷവും സമീപ വർഷങ്ങളിലും നേരിട്ടു. അത്ര കഠിനമായിരുന്നു ഉഷ്ണതരംഗം. നമ്മുടെ കേരളവും ഈ ഭീകരാവസ്ഥ നേരിട്ട് അനുഭവിച്ച വേനൽക്കാലമാണ് കടന്നുപോയത്. രാജ്യത്ത് ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് ചിലയിടങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസും കടന്നിരുന്നു. രാജ്യത്തെ എത്രയോ പ്രദേശങ്ങൾ അതിരൂക്ഷമായ വരൾച്ചയെ നേരിട്ടു. രാജ്യത്തെ 49% ജില്ലകളിലും ഈ വർഷം ജൂണിലെ കണക്കനുസരിച്ച് ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടില്ല. 2019 ശേഷം പ്രളയങ്ങളും പ്രളയ സമാന സാഹചര്യങ്ങളും വർദ്ധിച്ചു. ഇതിനേക്കാളെല്ലാം ഗൗരവമായി ചൂണ്ടിക്കാണിക്കാനുള്ള മറ്റൊരു സാഹചര്യവുമുണ്ട്. നമ്മുടെ രാജ്യത്തെ വനവിസ്തൃതിയുടെ 54.4% പ്രദേശവും ഏതെങ്കിലും വിധത്തിൽ കാട്ടുതീയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇത് നമ്മുടെ പരിസ്ഥിതിയുടെ ഒരൊറ്റനോട്ടമാണ്. ഈ സാഹചര്യങ്ങൾ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണികൾ വളരെ വലുതാണ്. നമ്മുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നതാണ് അവയെല്ലാം. Project One Tree, a News 18 Network initiative. ഇക്കാലം നമ്മൾ ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമൊക്കെ നമ്മളെ മുമ്പൊന്നും ഇല്ലാത്ത വിധം ബാധിച്ചു തുടങ്ങിയ കാലമാണ്. മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭൂമിക്കായി ആത്മസമർപ്പണം നടത്തേണ്ട സമയമാണ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഓർക്കുക, നമ്മുടെ കടമയാണ്
ഒരു തൈ നടുക എന്നത്. ഈ ചുവടുവയ്പിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ ക്യാമ്പയിൻ ഇവിടെ തുടങ്ങുന്നു. പ്രോജക്ട് 1 ട്രീ. ഓരോ ഇന്ത്യക്കാരനെയും ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നടുന്ന ഓരോ മരവും നമ്മുടെ ഭാവിക്കായാണ്, നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടിയാണ്, നമ്മുടെ നല്ല നാളെകൾക്കായാണ്. Project 1 Tree, a News 18 network initiative. As the world warms, nature's sentinels rise. When a billion hands dig deep, a new future unfolds for the planet. देवियों और स्वजनों, मैं आप सबको पर्यावरण संरक्षण की दिशा में किए जा रहे इस सराहनीय प्रयास के लिए शुभकामनाएं देती हूँ। आज जलवायु परिवर्तन की गंभीर समस्या हम सबके सामने है। कुछ दिन पहले हीट वेव के विनाशकारी प्रभाव हमने देखे। कहीं अनेक लोगों की मृत्यु हो गई है और कहीं जंगलों में भयंकर आग फैल गई थी। इस चुनौती के हानिकारक प्रभाव देश और दुनिया में समाज, अर्थव्यवस्था, लोगों के स्वास्थ्य और पर्यावरण संबंधी सभी क्षेत्रों में दिखाई दे रही है। इनसे विकास की गति पर तो असर पड़ता ही है, साथ ही विभिन्न क्षेत्रों में कई आपदाएं भी सामने आती है। इसलिए ये अति आवश्यक है कि सामूहिक प्रयासों के द्वारा ऐसे मजबूत और स्थायी समाधान खोजे जाए जो जलवायु परिवर्तन की चुनौती का सामना करने में सहायक हो। आज विश्व स्तर पर अनेक ऐसे नीतियां बनाई जा रही है और ऐसे कार्यक्रम लागू किए जा रहे हैं जो पर्यावरण के हित में है और स्थायी विकास को बढ़ावा दे रही है। इस दिशा में अनेक प्रयास हो रही है, लेकिन हमें हर स्तर पर, हर क्षेत्र में अनेक कदम उठाने पड़ेंगे। इसी दिशा में एक महत्वपूर्ण प्रयास है पेड़ लगाना। पेड़ों के जरिए पृथ्वी सांस लेती है। पेड़ ऑक्सीजन प्रदान करके वायु के गुणवत्ता में सुधार करते हैं, पानी और मिट्टी का संरक्षण करते हैं और वन्य जीवन को भी आश्रय देते हैं। मैं देशवासियों से आग्रह करती हूँ कि वे कम से कम एक पेड़ जरूर लगाएं। अगर देश के करोड़ों लोग पेड़ लगाएंगे तो पर्यावरण संरक्षण के लिए ये बहुत प्रभावी सिद्ध होगा। ये पृथ्वी के प्रति हर व्यक्ति, हर समुदाय की जिम्मेदारी है। आइए हम सब कम से कम एक एक पेड़ अवश्य लगाएं और उनकी देखभाल करने की भी जिम्मेदारी लें। आज हम जो भी पेड़ लगाएंगे वो हमारे आने वाली पीढ़ियों के बेहतर भविष्य की दिशा में एक महत्वपूर्ण योगदान होगा। मैं इस पहल के लिए पुनः आप सबकी सराहना करती हूँ। ऐसे महत्वपूर्ण विषय के संबंधों में एकजुट होना और समाधान की ओर बढ़ना अत्यंत प्रशंसनीय है। मुझे आशा है कि ऐसे प्रयास हमारे देश के सभी लोग, विशेषकर बच्चों और युवाओं को पर्यावरण संरक्षण के लिए प्रेरित करेंगे। मैं स्वस्थ, हरित और उज्जवल भविष्य के लिए आप सबको शुभकामनाएं देती हूँ। धन्यवाद। जय हिंद, जय भारत। ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ വാക്കുകൾക്ക് നന്ദി. രാഷ്ട്രപതിയുടെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾക്ക് പ്രോത്സാഹനമേകുന്നതാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആഹ്വാനം ചെയ്തതുപോലെ നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ മരം നടാമെന്ന് തീരുമാനിക്കാം. ഞങ്ങളുടെ പ്രതിബദ്ധത വെറും വാക്കുകളല്ല, ഞങ്ങളുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കുന്നതാണത്. ഇനിയുള്ള ദൃശ്യങ്ങൾ ഞങ്ങളുടെ വാർത്താ കേന്ദ്രത്തിലേതാണ്. ഞങ്ങളുടെ മുതിർന്ന എഡിറ്റർമാരാണ് ഭൂമിയെ ഹരിതാഭമായി കാത്തുവെക്കാനുള്ള സന്ദേശം ഞങ്ങൾക്ക് പകരുന്നത്. നമുക്കോരോരുത്തർക്കും ഉദാത്തമായ മാതൃകയാണ് വാർത്തയിലെ താരങ്ങളായ ഞങ്ങളുടെ സീനിയർ എഡിറ്റർമാരുടെ ഇടപെടൽ. നമുക്കും അത് പിന്തുടരാം. Well, we are all experiencing the devastating impact of climate change. It is time for us to act now. We don't have the luxury to wait any longer. This tree is going to be named Anand's friend.
तो ये प्यारा सा पेड़ आज से रूबिका लियाकत का साथी है। ये एक ऐसा मित्र है जो जीवन भर आपका साथ देगा। ज्यादा नहीं तो कम से कम एक पौधा, एक पेड़ अवश्य लगाएं, जरूर लगाएं। It's not just about planting one tree, it's about taking care of this planet. നമ്മൾ ഓരോരുത്തരും ഓരോ തൈ നടേണ്ടതിന്റെ ആവശ്യകത എത്രമാത്രമാണ്, ഭൂമിക്ക് അത് എത്രമാത്രം ആവശ്യമേറിയതാണ്, ഞങ്ങളുടെ ഈ ക്യാമ്പയിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്, ഇതൊക്കെ നമ്മളോട് സംസാരിക്കാനായി നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം കാലാവസ്ഥാ വിദഗ്ധൻ കൂടിയാണ്. സർ, സ്വാഗതം. നമ്മൾ ഭൂമിയുടെ സംരക്ഷണം, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു തൈ നടുക അത് ഭൂമിക്ക് എത്രമാത്രം, നമ്മളുടെ ഭാവിക്ക് സംരക്ഷണത്തിനുമൊക്കെ എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും കാലാവസ്ഥാ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മരത്തിന് എന്ത് ചെയ്യാനാകും എന്ന് സംശയിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലാകാത്തവർ, അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ട്. എങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വിഷയങ്ങളിൽ ഒരു മരം, ഒരു തൈ നടുന്നത് പ്രാധാന്യമേറിയ വിഷയമാകുന്നത്? ആഗോളതാപനത്തിന് മരമാണ് മറുപടി എന്നുള്ളൊരു സ്ലോഗൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദൂഷ്യഫലങ്ങളിൽ ഏറ്റവും പ്രധാനം മനുഷ്യരുടെ ഇടപെടൽ കൂടി കൊണ്ട് കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിലും മാറ്റമുണ്ട്. ചൂടുകാലവും മഴക്കാലവും ഗ്രീഷ്മവും വസന്തവും അങ്ങനെ പല കാലാവസ്ഥയും വരാറുണ്ട്. പക്ഷേ ആ രീതി, നിയതമായ രീതിക്ക് മാറ്റം വന്നത് മനുഷ്യരുടെ ഇടപെടൽ കൂടി കൊണ്ടാണ്. മനുഷ്യൻ്റെ ഇടപെടലിൽ വളരെ പ്രധാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ പോലുള്ള വാതകങ്ങളുടെ അന്തരീക്ഷത്തിലേക്കുള്ള ബഹിർഗമനത്തിൻ്റെ തോത് ക്രമാതീതമായി കൂടി എന്നുള്ളതാണ് പ്രധാന വിഷയം ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും. അവിടെ വലിയ പങ്ക് വഹിക്കാനുള്ളത് മരങ്ങൾക്കാണ്, സസ്യസമ്പത്തിനാണ്. നാം അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്ന, നാം എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല, വാഹനങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കൃഷി, നെൽകൃഷി അടക്കമുള്ള എല്ലാ കൃഷികളും, നമ്മൾ ചെയ്യുന്ന കൃഷികൾ, അതുപോലെ നമ്മുടെ വാഹന സംവിധാനങ്ങൾ, കെട്ടിട നിർമ്മാണ സംവിധാനങ്ങൾ, ഇതെല്ലാത്തിൽ നിന്നും പുറത്തു വരുന്ന കാർബൺ വാതകങ്ങളെ വലിയ തോതിൽ എടുത്തു വയ്ക്കുകയും അത് മണ്ണിലേക്ക് സംഭരിപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്യുന്നത് മരങ്ങൾ തന്നെയാണ്. പിന്നെ ജലസംരക്ഷണം തുടങ്ങി മരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആലോചിച്ചാൽ വലിയ തോതിലാണ് ഒരു മരം അല്ലെങ്കിൽ മരങ്ങളുടെ കൂട്ടം നമുക്ക് വേണ്ടി സഹായിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു ദിവസം, ഒരു ശരാശരി ആൾ ഒരു ദിവസം, നമ്മൾ ഈ IC യൂണിറ്റിലേക്ക് കിടക്കുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ അടയ്ക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 3 ഓക്സിജൻ സിലിണ്ടറിലുള്ള അത്രയും ഓക്സിജനാണ് നമ്മൾ സൗജന്യമായി ഓരോ ദിവസവും ഓരോ മനുഷ്യരും എടുക്കുന്നത്. അപ്പോൾ 800 കോടി ആളുകളും ഇങ്ങനെ ശ്വസിക്കുന്നത്, സൗജന്യമായി ശ്വസിക്കുന്നത് ഈ മരങ്ങൾ തരുന്ന ഓക്സിജൻ കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ജലസംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, തടിയുടെ വ്യവസായമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലുപരിയായിട്ട് തന്നെ മണ്ണൊലിപ്പ് തടയുന്ന കാര്യത്തിൽ, പിന്നെ സൂക്ഷ്മ കാലാവസ്ഥ തരുന്ന കാര്യത്തിൽ, മഴ പെയ്യിക്കുന്ന കാര്യത്തിൽ, മഴ പെയ്യിക്കുന്നതിൽ മരങ്ങൾക്ക് പങ്കുണ്ടോ എന്നുള്ള ചർച്ച നടക്കുകയാണ്. പക്ഷേ പഠനങ്ങൾ തെളിയിക്കുന്നത് മരങ്ങൾ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ മഴയുടെ തോതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഊട്ടി മേഖലയിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ അതിൽ തെളിവുകൾ തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കാലാവസ്ഥയുടെ മാറ്റത്തിൽ വളരെ ഗൗരവമായി മരങ്ങൾക്ക് വലിയ പങ്കുണ്ട്, സസ്യസമ്പത്തിനും വലിയ പങ്കുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റിയെ, എക്കോ സിസ്റ്റത്തെയൊക്കെ എങ്ങനെയാണ് വൃക്ഷങ്ങൾ ശരിയായ വിധത്തിൽ നിലനിർത്തുക? നമുക്ക് നല്ല ഒരു രസകരമായ ഒരു ഈ ക്യാമ്പയിൻ്റെ തന്നെ ഒരു സ്ലോഗനായി പറയുന്നത് ഭൂമിക്ക് വേണ്ടി മരം വെക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടി കടന്നു ചിന്തിക്കേണ്ട സമയമായി. ഭൂമിക്ക് വേണ്ടി എന്നതിനപ്പുറം മാനവരാശിക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ, മാനവരാശിയുടെ നിലനിൽപ്പാണ് പ്രധാനം. മാനവരാശിക്ക് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും നല്ല വായുവും നല്ല വെള്ളവും അതുപോലുള്ള ജൈവ വൈവിധ്യവും ആവശ്യമുണ്ട്. ജൈവവൈവിധ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ മണ്ണിര, പൂമ്പാറ്റ, തേനീച്ച തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മ ജീവികളില്ലെങ്കിൽ ഭൂമിയില്ല. ഭൂമിയിൽ ഭക്ഷ്യോൽപാദനം സസ്യങ്ങളിൽ നടക്കത്തില്ല. 3 വർഷം 4 വർഷം തമാശയല്ല, അതൊരു ശാസ്ത്ര തമാശയായി പറഞ്ഞാൽ ഒരു 4 വർഷം പൂമ്പാറ്റ പണിമുടക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ മാനവരാശിയുടെ ഈ അഹങ്കാരമല്ല. കാരണം പൂമ്പാറ്റകളും തേനീച്ചകളും മണ്ണിരകളുമൊക്കെയാണ് ഈ ഭൂമിയിൽ ജൈവവൈവിധ്യത്തെ നിലനിർത്തുന്ന ജീവികൾ. അപ്പോൾ അത്തരത്തിലുള്ള ജൈവവൈവിധ്യത്തിൻ്റെ ഇടപാട് മേഖലകളിൽ, കാവുകളുടെ മേഖലകളിൽ, കാടിൻ്റെ മേഖലകളിൽ, മിശ്രിതമായ കൃഷിയുടെ മേഖലകളിലൊക്കെ മരങ്ങളും
മരങ്ങളുടെ ആവാസ വ്യവസ്ഥ, മരങ്ങൾ ചേരുന്ന ആവാസ വ്യവസ്ഥയ്ക്കും വലിയ പങ്കാണുള്ളത്. ഇപ്പോൾ കേരളത്തിൽ 44 നദികളാണുള്ളത്. എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് വനങ്ങളിൽ നിന്നാണ്. ഈ നദികളിൽ വനത്തിൽ നിന്ന് വരുന്ന നദികളിലെ വെള്ളമാണ് വേനൽക്കാലത്ത് നമുക്ക്, വരൾച്ചക്കാലത്ത് നമുക്ക് നദികളിൽ വെള്ളം തരേണ്ടത്. 1 ഹെക്ടർ വനഭൂമി ഉണ്ടെങ്കിൽ, വനസദൃശമായ ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ 32,000 ഘനകിലോമീറ്റർ പ്രദേശത്തെ മഴയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ. അതുപോലെ വയലുകൾ, നെൽകൃഷി ചെയ്യുന്ന വയലുകൾ ഒക്കെ ധാരാളം ജലം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ തീർച്ചയായും മരങ്ങളായാലും, മരങ്ങളെന്ന് പറയുമ്പോൾ കേവലം മരങ്ങളെന്നുള്ള അർത്ഥത്തിലല്ല, വൻവൃക്ഷങ്ങളായാലും ചെടികളായാലും സസ്യസമ്പത്താകെ എടുക്കാം നമുക്ക്. സസ്യസമ്പത്താകെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജൈവവൈവിധ്യത്തെ നിലനിർത്തുന്നതിൽ, നമ്മുടെ ഓക്സിജൻ സർക്കിളിനെ നിലനിർത്തുന്നതിൽ, കാർബൺ സൈക്കിളിനെ നിലനിർത്തുന്നതിൽ, വാട്ടർ സൈക്കിളിനെ മാനേജ് ചെയ്യുന്നതിൽ, നൈട്രജൻ സൈക്കിളിനെ മാനേജ് ചെയ്യുന്നതിലൊക്കെ വലിയ പങ്കാണ് മരങ്ങൾ. വലിയ പങ്കല്ല, പ്രധാന പങ്ക് മരങ്ങളാണ് നിർവഹിക്കുന്നത്. വലുത് ചെറുതെന്ന് പറയാനില്ല. അതാണ് ആ പങ്ക് നിർവഹിക്കുന്ന ഏജൻസി. മറ്റൊരു ഏജൻസി ഇല്ല. പകരം വെക്കാൻ മറ്റൊരു ഏജൻസി നമ്മുടെ മുന്നിലില്ല, മറ്റൊരു വസ്തുവില്ല. മരങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷ്യവിളകളായവട്ടെ, നമുക്ക് ആവശ്യമുള്ള എല്ലാം തരുന്നത് ഈ സസ്യങ്ങളും വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ തന്നെയാണ്. മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല തൽക്കാലം. ശാസ്ത്രം ഒരുപാട് വളർന്നു, ഒരുപാട് സാങ്കേതികവിദ്യ നമ്മൾ മുന്നോട്ട് കണ്ടുപിടിച്ചു. ചന്ദ്രനിൽ പോകണമെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ചൊവ്വയിൽ പോകുന്നത് മനസ്സിലാക്കുന്നു, സൂര്യനിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ. ഇതൊക്കെ നടത്തുന്നു. പക്ഷേ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകാൻ 1000 വർഷം വേണം. അത് നഷ്ടപ്പെടാൻ 4 വർഷം മതി. 1 മില്ലിമീറ്റർ മണ്ണ് പോലും മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ജൈവാംശമുള്ള വെള്ളത്തെ കടത്തി വെക്കുന്ന, വായുവിനെ കടത്തി വെക്കുന്ന, പ്രതികരിക്കുന്ന മണ്ണ് 1 മില്ലിമീറ്റർ പോലും അങ്ങനെ ഉണ്ടാക്കി മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിയുമ്പോഴാണ് മരം വെക്കുന്നതിൻ്റെ ഈ ക്യാമ്പയിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. അതുപോലെ തന്നെ വെള്ളം, നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ വെള്ളത്തിലുണ്ടെന്നൊക്കെ പഠിക്കാം. പക്ഷേ ലാബിലിരിക്കുന്ന ഹൈഡ്രജൻ ഓക്സിജൻ എടുത്ത് വെള്ളമാക്കാൻ പറ്റത്തില്ല. അതിന് പ്രകൃതിയുടെ മഴ തന്നെ വേണം. ആ മഴയെ ഇവിടെ കരുതാൻ മരം തന്നെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും മരങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജലസംരക്ഷണമായാലും, മണ്ണ് സംരക്ഷണമായാലും, കൃഷിയുടെ സംരക്ഷണമായാലും ഒക്കെ നടക്കുകയുള്ളൂ. മറ്റൊരു ഓപ്ഷനും നമ്മുടെ മുന്നിലില്ല. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ഓപ്ഷൻ. തീർച്ചയായും ശാസ്ത്രം എത്ര വളർന്നു എന്ന് പറയുമ്പോഴും പ്രകൃതിക്ക് പകരം വെക്കാൻ ഒന്നും ശാസ്ത്രത്തിന്റെ കയ്യിലില്ല. അത് പ്രകൃതി സംരക്ഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇവിടെ നമ്മുടെ ഭൂവിസ്തൃതിയുടെ 24.62% വനമാണ്. പക്ഷേ ഈ 2000 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവ് എടുത്താൽ അതിൽ 2.33 മില്യൺ ഹെക്ടർ വനഭൂമി നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ തടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന ഇതേ കാലയളവിലാണ് വനത്തിൻ്റെ ശോഷണം അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, പ്രസക്തി മനസ്സിലാക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ഈ ചൂഷണം തടയാനാകാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നമ്മൾ തേക്ക് വെച്ച് പിടിപ്പിക്കാൻ വ്യാപകമായി ട്രെയിനിൻ്റെ പാളങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ തേക്കിന് വേണ്ടിയിട്ട് വ്യാപകമായി നിലമ്പൂർ കാടുകൾ, മറ്റ് സ്വാഭാവിക മരങ്ങൾ മുറിച്ച് മാറ്റിയ തൊട്ടാണ് നമ്മൾ കാട് കയ്യേറ്റം തുടങ്ങുന്നത്. അതിന് മുമ്പ് ചെറിയ കല്ലായിലൊക്കെ ചെറിയ മരം മുറിപ്പും കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, തടിക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ ചെറിയ തോതിലായിരുന്നു. വ്യാപകമായ ഒരു പ്ലാന്റേഷൻ രീതിയിലേക്ക് പോകുന്ന ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടാണ്. അത് തൊട്ട് ഇങ്ങോട്ട് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ 24%, 20% എന്നൊക്കെ പറയുന്നത് പ്ലാന്റേഷനൊക്കെ ചേർത്തുള്ള ഒരു പൊട്ട കണക്കാണ്. ആ കണക്കിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എനിക്ക്. കാരണം 33% പ്രദേശം, 1/3 പ്രദേശം വനമായിരിക്കണം എന്നുള്ളതാണ് ഒരു ബാലൻസ്ഡ് ആവാസ വ്യവസ്ഥയുടെ ഒരു കണക്കായി പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ അതിലൊരു 1/3 ഭാഗം വനമായിരിക്കണം, അല്ലെങ്കിൽ വന സദൃശമായ ആവാസ വ്യവസ്ഥ ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ 33% വേണം. അപ്പോൾ 24 ഉള്ളൂ നമുക്ക്. ആ 24 തന്നെ ഒരുപാട് പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റിവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായ വനങ്ങളെന്ന് പറയുന്നതിൻ്റെ അളവ് പ്രതിവർഷം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വലിയ ഗൗരവതരമായ വിഷയം. പല കാരണങ്ങളുണ്ട്. കുടിയേറ്റത്തിൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ വനങ്ങൾ നോക്കൂ, ഇടുക്കി എടുക്കൂ, വയനാട് എടുക്കൂ, പാലക്കാടിൻ്റെ പ്രദേശങ്ങളൊക്കെ എടുക്കൂ. അവിടെ കുടിയേറ്റം ഓക്കെ, കർഷകർ കുറേ കുടിയേറിയിട്ടുണ്ട്, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ വ്യാപകമായ കയ്യേറ്റം നടക്കുന്നുണ്ട്. കുടിയേറ്റത്തോടൊപ്പം തന്നെ കയ്യേറ്റം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പല വിവിധ ആവശ്യങ്ങളിൽ വ്യാപകമായ തോതിലുള്ള കയ്യേറ്റം നടക്കുന്നു. അതുപോലെ തന്നെ മറ്റ് കൃഷികൾ ചെയ്യുന്നതിന് വേണ്ടി, ഏകവിളകൾ ചെയ്യുന്നതിന് വേണ്ടി ബഹുവിളകളെയും അതുപോലെ തന്നെ തിക്ക് ഫോറസ്റ്റിനെയൊക്കെ മാറ്റുന്ന രീതി കാണുന്നുണ്ട്. ഇപ്പോൾ കാട്ടുതീയെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാട്ടുതീ ഇടുന്നതാണെന്ന് പോലെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കാട് നശിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് മനുഷ്യൻ്റെ ഇടപെടലിനുണ്ട്. അത് കയ്യേറുന്നതായാലും ശരി, പ്ലാന്റേഷന് വേണ്ടി മാറ്റുന്നതായാലും ശരി, മറ്റ് മരങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്നതായാലും ശരി, വ്യാപകമായ വനം കുറഞ്ഞു വരുന്ന സ്ഥിതിയാണുള്ളത്. അതിനനുസരിച്ച് നമ്മുടെ വേനലുകളിൽ നദികളിൽ വെള്ളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് വെള്ളം കുറയുന്നതിൻ്റെ ഒരു കാരണം
മഴയ്ക്ക് താളം തെറ്റുന്നതിൻ്റെ ഒരു കാരണം ഈ തീർച്ചയായിട്ടും വ്യാപകമായി നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നടക്കുന്ന വനത്തിൻ്റെ ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ വനം ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കയ്യേറ്റത്തിൻ്റെ കാര്യങ്ങളുണ്ട്, പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി വ്യാപകമായി മരം ഇതെടുക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ വ്യാപക സാധ്യതകളുണ്ട്. ഇപ്പോൾ തേക്കായാലും അതുപോലുള്ള ഈട്ടി അതുപോലുള്ള മരങ്ങളുടെ വ്യാപാര സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കാടെന്ന ആവാസ വ്യവസ്ഥയെ നമ്മൾ പലപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പലപ്പോഴായി ഈ കാട്ടുതീ പ്രതിഭാസം അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതുണ്ട്, മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതുണ്ട്. അതിൽ നമ്മുടെ ഏതാണ്ട് പകുതിയോളം വനഭാഗം തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട് എന്നതാണ് കണക്ക്. ഈ കണക്കുകളൊക്കെയും കൃത്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിലും ഭീകരമാകാം ഒരു പക്ഷേ യാഥാർത്ഥ്യം എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഏറ്റവും സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ. കണക്കുകൂടി സൂചിപ്പിക്കണം. കേരളത്തിന്റെ 75% സ്ഥലവും വനമായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ സ്ഥലങ്ങളുടെ പേരുകൾ എടുത്താൽ പോലും കാട് അല്ലെങ്കിൽ കോട് അല്ലെങ്കിൽ അതുപോലെ തന്നെ കുളം, നദി, കാട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വനം ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മിക്കവാറും പേരുകളെല്ലാം വന്നിട്ടുള്ളത്. വെഞ്ഞാറ മരം നിന്നിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം അനന്തൻ കാടായിരുന്നു. അപ്പോൾ 75% കേരളത്തിൽ കാടുണ്ടായിരുന്നു. അതിനെയാണ് തീർച്ചയായും നമുക്ക് വികസനത്തിൻ്റെ ഭാഗമായി കാടൊക്കെ കുറയ്ക്കണമെന്നല്ല, നമുക്ക് കൈയേറേണ്ടി വരും. പക്ഷെ ഇത് വ്യാപകമായി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കാലാവസ്ഥ വളരെ ഗൗരവമായി കാലാവസ്ഥ മാറുന്നത്. തീർച്ചയായും മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ചിലതൊക്കെ വേണ്ടി വരുമ്പോൾ പോലും ഒരു സന്തുലനം എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തൈ നടാം. Climate change is on our doorstep. It's time for a revolution to take root. And it starts with 1.4 billion Indians. It starts with one tree. One tree for humanity. One tree for Mother Earth. One tree for our future. Project One Tree, a News 18 Network initiative. ഭൂമിക്ക് വേണ്ടി ഒരു മരം, അതാണ് നമ്മുടെ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഓരോരുത്തരും ഭാഗഭാക്കാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാനാണ് നമുക്കൊപ്പം അതിഥി ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ചേരുന്നത്. സർ, ഇവിടെ സാർ സൂചിപ്പിച്ചു, ബ്രിട്ടീഷുകാർ എത്തിയപ്പോൾ മുതലാണ് നമ്മൾ മരങ്ങളിൽ കൈവച്ച് തുടങ്ങിയത് എന്ന കാര്യം സൂചിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും ഓരോ മരവും നമുക്ക് പലതരത്തിലുള്ള സാധ്യതകൾ തുറന്നു നൽകുന്നതാണ്. അത് എക്കണോമിക് ആയിട്ടായാലും ജോലി സംബന്ധമായിട്ടായാലും ഒക്കെ ഓരോ സാധ്യതകൾ തുറന്നു തരുന്നത് കൂടിയാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ മനുഷ്യരാശിക്ക് കൂടി. ആ നിലയിൽ മരങ്ങളുടെ സാധ്യത എങ്ങനെയാണ് താങ്കൾ പരിശോധിക്കുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിനൊരു ചൂഷണ ഉപാധി എന്നുള്ള നിലയിൽ വ്യാപകമായി മരങ്ങൾ നശിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരം മുതൽ നഗരത്തിൽ നടക്കുന്ന സ്മാർട്ട് സിറ്റി, ഇതൊന്നും പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തന്നെ മുമ്പോട്ട് വേണം. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എന്തുമാത്രം മരങ്ങളാണ് നമ്മൾ മുറിച്ചു തള്ളുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നടക്കുന്ന റോഡ് വർക്കുകൾ, എന്തുകൊണ്ട് നമുക്ക് സൗദി അറേബ്യയോ ദുബായോ സിംഗപ്പൂരോ മലേഷ്യയോ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി ഒന്ന് കണ്ണ് ഓടിക്കണം. അവരെല്ലാം റോഡ് പണിയുന്നുണ്ട്. പക്ഷേ റോഡിന് കൃത്യമായി റോഡിൻ്റെ പിന്നെ നിശ്ചിത അകലം കണക്കാക്കി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഗാർഡനിങ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ധാരാളമായി മരങ്ങൾ മുറിച്ച് തള്ളുന്നുണ്ട്. അത് ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ധാരാളമായി മരങ്ങളാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അതൊരു പ്ലാൻഡ് സിറ്റി നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. തിരുവനന്തപുരം നഗരത്തെ മഹാത്മാഗാന്ധി തിരുവനന്തപുരം നഗരം വിസിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എവർഗ്രീൻ സിറ്റി ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ നിത്യഹരിതമായിട്ടുള്ള പച്ചപ്പുള്ള സിറ്റിയാണെന്നാണ്. ഇന്നെവിടെയാണ് ആ നിത്യഹരിതമൊക്കെ ഉള്ളത്? അപ്പോൾ നമ്മൾ വികസനത്തിൻ്റെ പേരിൽ വികസനം വേണ്ട എന്നുള്ള വികസന വിരുദ്ധനേ അല്ല, ഞാൻ വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. പക്ഷേ വികസനത്തോടൊപ്പം പച്ചപ്പും ഹരിതാഭയും നിലനിർത്തി വനസംരക്ഷണവും മരങ്ങളുടെ സംരക്ഷണവും. അപ്പം തീർച്ചയായും ഈ ക്യാമ്പയിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, മരം മുറിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. റോഡ് വീതി കൂട്ടണമെങ്കിൽ ചിലപ്പോൾ മരം മുറിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു കെട്ടിട നിർമ്മാണം വേണ്ടി വരുമ്പോൾ നമുക്ക് മരം മുറിക്കേണ്ടി വരും.
എന്തുകൊണ്ട് നമുക്കൊരു മരം മുറിക്കുമ്പോൾ പകരം മരത്തൈ വയ്ക്കുന്നതിനുള്ള ക്യാമ്പയിനുകളും പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി. മറ്റൊരു കൾച്ചർ കൂടിയുണ്ട് ഭാരതത്തിന്, അതുകൂടി പറയേണ്ടി വരും. ഒരു തൈ മുറിക്കുമ്പോൾ, ഒരു മരം മുറിക്കുമ്പോൾ ആ മരത്തോട് അനുവാദം ചോദിച്ചിരുന്നു. വൃക്ഷ ആയുർവേദം ഉണ്ടായിരുന്നു. പരമാവധി മരങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ വൃക്ഷ ആയുർവേദം ഉണ്ടായിരുന്നു. ഇപ്പോഴും വൃക്ഷ പൂജയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചികിത്സയുണ്ട്, വൃക്ഷ ചികിത്സയുണ്ട്. ഒരു മരം മുറിക്കുമ്പോൾ 10 തൈ വച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു വേറൊരു സംസ്കാരവും കൾച്ചറും ഒക്കെ ഉണ്ടായിരുന്നു ഭാരതത്തിൽ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ മരം എന്ന് പറയുന്നത് കേവലം ഒരു ഉരുപ്പടി എന്ന പേര് തന്നെ അങ്ങനെ പറയുന്നത്, ഉരുപ്പടി എന്നാണ് പറയുന്നത്. ഉരുപ്പടിയാകുമ്പോൾ പിന്നെ അത് വിൽക്കുകയും മാറ്റിമറിക്കുകയും കച്ചവടം ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ കച്ചവട വസ്തുവായി മാറി തുടങ്ങിയ മുതലാണ് ഇതിൻ്റെ ഒരു അപകടം വന്നു തുടങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മാറേണ്ട സമയമായി. ഇതൊരു പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ളൊരു വസ്തുവാണ്. ഇത് നമുക്ക് ഒരുപാട് സേവനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ആ സേവനങ്ങൾ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തീർച്ചയായും സർ, നമ്മൾ ഇതിന്റെ പ്രാധാന്യം കുറേയധികം മനസ്സിലാക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ നമ്മൾ ഇതിനോടകം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ വർഷം ഒരു മരം വെക്കൂ എന്ന ഒരു സന്ദേശം എല്ലാവർക്കും നൽകുകയുണ്ടായി. പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായി. പല ഓർഗനൈസേഷനുകളും അത്തരം ക്യാമ്പയിനുകൾ നമ്മുടെ നാട്ടിൽ തന്നെ നടത്തുന്നുണ്ട്. ഇതിന്റെ ഫലപ്രാപ്തി എത്രമാത്രമാണ്? നമുക്ക് ഏറ്റവും വലിയ മാതൃകകളായി ഉള്ളത് എന്തൊക്കെയാണ്? കെനിയയിലെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഉൾപ്പെടെയുള്ളവ നമുക്ക് ഇതിന് ഉദാഹരണമായി എടുത്തു വെക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ന്യൂസ് 18 ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങുമ്പോൾ അതിന് മാതൃകയായിട്ടുള്ള ലോകത്തെ തന്നെ ഇനിഷ്യേറ്റീവുകൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏതൊക്കെയാണ്? ഞാൻ ഇപ്പം നേരത്തെ കെനിയയുടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിലെ കാസർഗോഡിലെ പരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് കരിം എന്ന് പറയുന്ന ഒരു വ്യക്തി ദേശത്ത് പോയി. അദ്ദേഹം വിദേശത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടായതിനു ശേഷം കാടിനോടുള്ള സ്നേഹം കൊണ്ടുവന്ന് മരുഭൂമി പോലെ കിടന്ന ആ ഒരു പരപ്പ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശം അതിമനോഹരമായ വനമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി എക്സാമ്പിളുകൾ നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. കെ വി ദയാലിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു കൃഷ്ണകുമാരി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അപ്പോൾ ഒത്തിരി പ്രവർത്തനങ്ങൾ, വനം വച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ധാരാളമായി കേരളത്തിൽ നടക്കുന്നു. പിന്നെ മിയാവാക്കി വനങ്ങൾ, ജപ്പാന്റെ മിയാവാക്കി വനങ്ങൾ വളരെ പ്രസിദ്ധമാണ്, ലോകമാകെ പ്രസിദ്ധമാണ്. അത്തരത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ പ്രാക്ടീസുകളുണ്ട്. ചെറിയ പ്രാക്ടീസ് ആണെങ്കിൽ ഇപ്പോൾ കവടിയാറിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ആ റോഡ് മനോഹരമായ രാജ്ഭവൻ അടക്കമുള്ള ഗവർണർ അടക്കമുള്ള വളരെ പ്രമുഖരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. മന്ത്രിമാരുടെ ഭവനങ്ങളൊക്കെ ഉള്ള അവിടെ നമ്മൾ മനോഹരമായ റോഡ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടല്ലേ റോഡിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ, ചെറിയ മോഡലുകളെ, കേരളത്തിലുള്ള നമ്മുടെ കൺമുന്നിലുള്ള കവടിയാർ മുതൽ കണ്ണൂരിലെ പരപ്പ മുതൽ മിയാവാക്കി മുതൽ ഈ രാജ്യത്തും ലോകത്തും നോക്കിയാൽ ധാരാളം നല്ല മാതൃകകൾ മരം വെച്ച് പിടിപ്പിക്കുന്നതിലുണ്ട്. ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ തൈ ധാരാളം വെച്ച് പോകും, പക്ഷെ അത് മാനേജ് ചെയ്ത് പോവുക എന്നുള്ള പറയുന്നതാണ് ഒരു പ്രശ്നം. അത് പരിപാലിച്ച് കുറച്ചൊന്ന് വളരുന്നത് വരെ അതിനൊരു പരിപാലനം ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ചെറിയൊരു പരിപാലനം ആവശ്യമുണ്ട്. അതിന് വെള്ളം ആവശ്യമുണ്ട്, വളം ആവശ്യമുണ്ട്, ചെറിയ പരിപാലനം ആവശ്യമുണ്ട്. അപ്പോൾ ആ പരിപാലന പീരീഡ് കൂടി അതിനെ ഒന്ന് പരിപാലിച്ചാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് നല്ല നല്ല മാതൃകകളാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായും ആ മാതൃകകൾ പിന്തുടരാനാണ് ഞങ്ങൾ ന്യൂസ് 18 നെറ്റ്വർക്കും ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഗ്രീൻ മിഷൻ അതിനാണ് പരിശ്രമിക്കുന്നത്. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഞങ്ങളോടൊപ്പം വന്നതിനും ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിനും. ഇന്ന് ന്യൂസ് 18 നെറ്റ്വർക്കിനെ സംബന്ധിച്ച് അതീവ അഭിമാനകരമായ നിമിഷങ്ങളാണ് കടന്നുപോയത്. വാർത്തകൾക്ക് പിന്നാലെ പായുമ്പോഴും നമ്മുടെ ജീവിതവും നമ്മുടെ ഭൂമിയും നമ്മുടെ അന്തരീക്ഷവും ഒക്കെ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി സുഖകരമായും ആരോഗ്യത്തോടെയും ജീവിക്കാനുള്ളതാണ് എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ ഉദ്യമം പ്രോജക്റ്റ് 1 ട്രീ. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഈ ആശയം നമ്മൾ വളർത്തുന്ന മരങ്ങൾ നമ്മുടെ ജീവിതങ്ങൾക്ക് തണലൊരുക്കുന്നതാകണം. അതിനാണ് നമ്മൾ ഇന്ന് ഈ മഹത്തായ ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത്. പ്രോജക്റ്റ് 1 ട്രീക്കായി ന്യൂസ് 18 നെറ്റ്വർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിനായി ഒരു കണ്ടന്റ് ഹബ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. news18features.com/project1 ട്രീയിൽ നിന്ന് ഈ ക്യാമ്പയിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കൊരുമിച്ച് തൈകൾ വെച്ച് പിടിപ്പിച്ച് ഈ ഭൂമിയെ ഹരിതാഭമാക്കാം. Climate change is on our doorstep. It's time for a revolution to take root. And it starts with 1.4 billion Indians. It starts with one tree. One tree for humanity. One tree for Mother Earth.